ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെടുകയാണ് ഹൈക്കോടതി എന്ന് മനസ്സിലാക്കുന്നു. ക്രിമിനൽ കേസ് എടുക്കണമെന്ന പൊതു താൽപര്യ ഹർജി കോടതി പരിഗണിക്കുകയായിരുന്നു. ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, എന്തൊക്കെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അശ്വതി, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാർ കോടതിയിൽ ഹാജരാക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇരകളാക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടോ? കാരണം നമുക്കറിയാം 236 പേജ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ പേജുകൾ ഒഴിവാക്കിയ പശ്ചാത്തലമുണ്ട്. ഈ പേരുകളടക്കമുള്ള പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പേജുകൾ കൂടി കാണണം എന്ന് ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതി. അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ കാര്യമാണ്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകൾ എന്ന് കോടതി പറയുന്നു. ഒപ്പം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന് കോടതി ഊന്നിപ്പറയുന്ന പശ്ചാത്തലമുണ്ട്. ഈ പറഞ്ഞ അന്വേഷണം സാധ്യമാണോ? അതായത് സർക്കാരിന് ഈ വിഷയത്തിൽ സ്വമേധയാ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്ന് AGയോട് കോടതി ചോദിക്കുകയുണ്ടായി. കുറ്റാരോപിതരുടെ വിവരങ്ങൾ സർക്കാരിന്റെ കൈവശമില്ല എന്നാണ് AG അറിയിച്ചത്. അതായത് ഈ റിപ്പോർട്ടിൽ പേര് ഈ ആളുകളുടെ, അതായത് ഈ നടിമാർ മൊഴി നൽകിയപ്പോൾ ഈ മൊഴി നൽകിയ ആളുകളുടെ പേരുകൾ വെച്ചല്ല മൊഴി എന്നുള്ള സൂചന സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് ആ റിപ്പോർട്ടിലുണ്ടോ ഇല്ലയോ എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കോടതി ഇപ്പോൾ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരം മുന്നോട്ട് വെക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ക്രിമിനൽ കേസ് എടുക്കണമെന്ന പൊതു താൽപര്യ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയിൽ വാദം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്ന് കോടതി ചോദിക്കുന്ന പശ്ചാത്തലമുണ്ട്. റിപ്പോർട്ട് പുറത്തുവിട്ടതായി സർക്കാർ കോടതി അറിയിക്കുന്നുണ്ട്. വനിതാ കമ്മീഷനെ ഈ വിഷയത്തിൽ കോടതി കക്ഷിയായി കൂടി ചേർക്കുന്നു. ഈ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോടതി പോകുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്ന ചോദ്യം പല തലങ്ങളിൽ ഉയർന്നിരുന്നു. അവിടെയാണ് കോടതിയുടെ ചോദ്യം ചെയ്യൽ. കോടതി അത് തന്നെയാണ് ആവശ്യപ്പെടുന്നതും. പൂർണ്ണമായ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ ഗൗരവമുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം നവമി ദിനേശ് കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്നും. നവമി, കോടതി ഇടപെടുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. സമൂഹത്തിലേക്ക് ഈ റിപ്പോർട്ട് എത്തിയപ്പോൾ തന്നെ അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ കോടതി ഇടപെടൽ കൂടി ഉണ്ടാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറയുന്നത്? അശ്വതി, ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം ഹാജരാക്കാൻ സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് മുദ്രവെച്ച കവറിൽ തന്നെ ഹാജരാക്കണം. സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ കോടതിക്ക് അറിയേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അറിയിക്കുകയും ചെയ്തു. വനിതാ കമ്മീഷനെ കക്ഷി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചത്. സമ്പൂർണമായ റിപ്പോർട്ട് അത് സർക്കാർ മുദ്രവെച്ച കവറിൽ തന്നെ ഹാജരാക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും സർക്കാരിന് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോയേ മതിയാവൂ. കാരണം ഇത് കോടതി ഫയലിൽ സ്വീകരിച്ച സ്ഥിതിക്ക് ഇനി ഇതിലെ പേര് വിവരങ്ങൾ അടക്കം അല്ലെങ്കിൽ പരാതിക്കാരുണ്ടെങ്കിൽ അവർ വന്ന് മജിസ്ട്രേറ്റ് മുൻപിൽ ആയിക്കോട്ടെ, അത് രഹസ്യമായിട്ടുള്ള മൊഴി നൽകിയതിനു ശേഷം ഈ ശക്തമായിട്ടുള്ള ഒരു നടപടികളുമായി പോലീസിനും സർക്കാരിനും മുന്നോട്ട് പോയേ കഴിയൂ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും ഈ കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ താങ്കളുടെ റോൾ ഇത് എന്താണെന്നായിരുന്നു ഹർജിക്കാരനോട് കോടതി ആദ്യം ചോദിച്ചത്. അതിനുശേഷം സർക്കാരിന്റെ നിലപാട് എന്താണെന്നും കോടതി ചോദിച്ചു. പുറത്തുവിട്ട റിപ്പോർട്ടിൽ രഹസ്യാത്മകത ഇല്ലെന്നും സർക്കാർ കോടതിക്ക് മറുപടി നൽകി. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയോ എന്നും കോടതി ആരാഞ്ഞു. ജുഡീഷ്യൽ കമ്മിറ്റിയല്ല, സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മീഷൻ എന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. അതിന് പിന്നാലെ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. സർക്കാരിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് സർക്കാർ എന്ത് ചെയ്യാൻ പോകുകയാണെന്നും കോടതി സർക്കാരിനോടായി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കാനായി കോടതി തയ്യാറായത്. അതിനുശേഷം എന്തായാലും ഇപ്പോൾ കേസ് മുദ്രവെച്ച കവറിൽ, അതായത് ഇതിന്റെ മുഴുവൻ റിപ്പോർട്ടും ഈ നമുക്കറിയാം പുറത്തുവിട്ടത് ചില പേജുകൾ, ചില ആളുകളുടെ പേരുകൾ, ഇരയാക്കപ്പെട്ടവരുടെ പേരുകൾ മറച്ചു വെച്ചിട്ടായിരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. പക്ഷേ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുമ്പോൾ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മൊഴി നൽകിയവർക്ക് നേരിട്ട്, അതായത് മജിസ്ട്രേറ്റിന് മുൻപിലോ അല്ലെങ്കിൽ പോലീസിലോ എത്തി പരാതി നൽകാൻ, മൊഴി നൽകാൻ തയ്യാറാണോ എന്നുകൂടി കോടതി ചോദിക്കുന്നത്, സർക്കാരിനോട്
ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ സർക്കാരിന് നേരിട്ട് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. പോക്സോ വകുപ്പാൾ ഉള്ളതെന്നും സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു പഠന റിപ്പോർട്ട് കിട്ടിയിട്ട് അതിലേത് വിധത്തിൽ തുടർ നടപടി എടുക്കാൻ കഴിയുമെന്നും സർക്കാർ അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിന് മുന്നിൽ ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഏത് വിധത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് അറിയിക്കുകയും വേണം. മറ്റൊന്ന്, ഇതിന്റെ പൂർണ്ണരൂപം മുദ്ര വെച്ച കവറിൽ തന്നെ സമർപ്പിക്കണം, കോടതിക്ക് മുൻപിൽ സമർപ്പിക്കണം എന്നും കൂടിയാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പറഞ്ഞിരിക്കുന്നത്.